ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് നമ്മുടെ HS നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ. ഒരു എക്സാം നമ്മുടെ HS എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് നാളത്തെ എയിമാണ്. നമ്മുടെ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എക്സാമാണ് HS എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും കേട്ടിട്ട് കിട്ടാത്ത കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമവും ഒരുപാട് അതുപോലെ തന്നെ ടെൻഷനൊക്കെ ഉള്ളൊരു കാര്യമാണ്. എക്നെയിലും ഈ ഒരു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്തൊരു HS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ HS എക്സാം ആൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ HS പഠിക്കുകയും വേണം. HS ഇപ്പോഴേ പഠിച്ചു തുടങ്ങി അതുപോലെ തന്നെ കേട്ടിട്ടും പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഒരുപാട് പേര്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ ഒരു കേട്ടിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എക്സാം എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത് വളരെ ഒരു ഡൗട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പണ്ടത്തെ കൂട്ടം നമുക്ക് അറിയാം, നേരത്തെ 3 തവണ എക്സാം നടത്തിയിട്ടുണ്ട്. കേട്ടറ്റിന്റെ എക്സാം 3 തവണ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് 2 തവണയാണ് കേട്ടറ്റിന്റെ എക്സാം നടക്കുന്നത് അല്ലെ. അപ്പം ഈ നമ്മുടെ ഇപ്പം ഒരു എക്സാം കഴിഞ്ഞതിന്റെ റിസൾട്ട് എല്ലാം വന്നിട്ട് കുറെ പേര് സന്തോഷത്തിലാണ്, മെസ്സേജ് ഒക്കെ അയച്ചു. അവർക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു, അവന്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അപ്പം ഈ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ട് ഒരു കുറെ തവണ എഴുതിയിട്ടും കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് മതിയാകും. അപ്പം എങ്ങനെ വേണം നമ്മൾ കേട്ടിട്ട് പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ കേട്ടിട്ട് എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ള ഒരു കാര്യം കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പൊ കേട്ടിട്ട് എക്സാം എല്ലാം നടന്നു, അതിന്റെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഡിസംബറിൽ ഏകദേശം ഡിസംബറിൽ എക്സാം നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ഡിസംബറിൽ ഒരു കേട്ടിട്ട് എക്സാം ഉണ്ടാകാനാണ് ചാൻസ് അല്ലെ. ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കിന് നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയും ഡിസംബറിൽ ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഡിസംബറിൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ കേട്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു എക്സാം കിട്ടിയിട്ട് വേണം നമുക്ക് അടുത്ത HS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മാക്സിമം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഡീപ്പ് ലെവലിൽ തന്നെ പഠിക്കുക. അപ്പം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് കാറ്റഗറി ആണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അതിന്റെ സിലബസിനെ കുറിച്ചും അതിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, കേട്ടിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടിട്ട് 1 എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. 30 മാർക്കിന് സൈക്കോളജി ആണ് അല്ലെ. അതുപോലെ 30 മാർക്ക് മലയാളം വരുന്നുണ്ട്, 30 മാർക്കിന് ഇംഗ്ലീഷ് വരുന്നുണ്ട്, EVS 30 മാർക്ക് വരുന്നുണ്ട്, മാത്സ് 30 മാർക്ക് വരുന്നുണ്ട്. ഗ്രേഡ് 2 സംബന്ധിച്ചിടത്തോളം 30 മാർക്കിന് സൈക്കോളജിയും 30 മാർക്ക് ഇംഗ്ലീഷ്, അതേപോലെ 30 മലയാളം, പിന്നെ 60 മാർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. സോഷ്യൽ സയൻസ് 60 മാർക്കും അതുപോലെ തന്നെ സയൻസ് പ്ലസ് മാത്സ് 30 വീതം 60 മാർക്കിന്. അങ്ങനെയാണ് നമുക്ക് കാറ്റഗറി 2 വരുന്നത്. നമുക്കറിയാം സോഷ്യൽ സയൻസ് അത്യാവശ്യം GK അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സയൻസ് മാത്സ് ഒക്കെ അത്യാവശ്യം നല്ലോണം അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും കോമൺലി 30 മാർക്ക് സൈക്കോളജിയും 30 മാർക്ക് ഇംഗ്ലീഷും 30 മാർക്ക് മലയാളം വരുന്നുണ്ട്. പിന്നെ വരുന്ന 60 മാർക്ക് എന്ന് പറയുന്നത് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് പ്ലസ് മാത്സ് ചൂസ് ചെയ്യാം. സയൻസ് മാത്സ് ഒക്കെ നല്ലോണം അറിയാവുന്നവർ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ GK നല്ലോണം GK പാർട്ട് അറിയാവുന്ന PSC വർക്ക് ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കാറ്റഗറി 3 സംബന്ധിച്ചിടത്തോളം 40 മാർക്കിന് സൈക്കോളജി വരുന്നുണ്ട്, 30 മാർക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, 80 മാർക്ക് മെയിൻ സബ്ജക്റ്റ് ആണ് അല്ലെ. കാറ്റഗറി 4 സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷും മലയാളവും ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും കാറ്റഗറി 4 ആണ് നമ്മൾ എഴുതുന്നത്. അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദി അല്ലെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകൾക്കും കാറ്റഗറി 4 ആണ്. അതിൽ വരുന്നത് സൈക്കോളജി 40 മാർക്ക്, അതുപോലെ തന്നെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് 30 മാർക്ക്, പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ആണ് 80 മാർക്ക് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഏത് ഒരു കാറ്റഗറി ആണോ എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ ആ കാറ്റഗറിയിൽ നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, കേട്ടിട്ട് കിട്ടും. സിമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കാറ്റഗറി 3 എഴുതിയെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം തന്നെ കാറ്റഗറി 3 എഴുതിയെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത HS നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഡിസംബറിൽ എക്സാം നടക്കാനാണ് ചാൻസ്, അല്ലെങ്കിൽ ജനുവരി 1 തന്നെ എക്സാം ഉണ്ടാകും. എന്തായാലും അതിനുശേഷം മാത്രമേ HS നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരട്ടെ.
എങ്കിൽ നമുക്ക് കേട്ടിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക് HS ഒക്കെ പഠിക്കുകയും ചെയ്യാം, HS അപ്ലൈ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടറ്റുമായി ബന്ധപ്പെട്ട് കേട്ടറ്റിന്റെ പ്രീവിയസ് മാരത്തോൺ ആണ്. ഇതുവരെയും PSC ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ, കേട്ടറ്റിനെ ഇതുവരെയും നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ, എല്ലാ കാറ്റഗറിയിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒരു മാരത്തോൺ പോലെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതുമായി നമുക്ക് വീണ്ടും കാണാം.